അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. എന്താണ് സന്ധ്യ സമയത്തിനുള്ള പ്രത്യേകത? പകലിന് അനേകം മണിക്കൂറുകളുണ്ട്, രാത്രിക്ക് അനേകം മണിക്കൂറുകളുണ്ട്. പക്ഷെ സന്ധ്യാസമയം എന്ന് പറയുന്നത് ഒരു ഷോർട്ട് പീരീഡാണ്. വെട്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ വെട്ടമുണ്ട്, ഇരുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇരുട്ടുമുണ്ട്. പൂർണ്ണമായി വെളിച്ചമാണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായി വെളിച്ചമല്ല. എന്നാൽ പൂർണ്ണമായി ഇരുട്ടായോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായി ഇരുട്ടുമായിട്ടില്ല. സൂര്യൻ ഇങ്ങനെ പതുക്കെ അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന, ഇരുട്ടിങ്ങനെ പതുക്കെ കയറി വന്നുകൊണ്ടിരിക്കുന്ന, മണിക്കൂറുകൾക്കകത്ത് ഇരുട്ടാകാൻ പോകുന്ന ഒരു ടൈം പീരീഡിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് ഗെറ്റ് അപ്പ്, എഴുന്നേൽക്ക, നമുക്ക് അക്കരയ്ക്ക് പോകാം. പല സമയങ്ങളിലും നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ഇൻവിറ്റേഷൻ വരുന്നത് ഇങ്ങനെയുള്ള സമയത്താണ്. പ്രതീക്ഷയുടെ സൂര്യൻ നിങ്ങളുടെ മുമ്പിൽ പതുക്കെ അസ്തമിച്ച് പ്രതീക്ഷകൾ കൈവിട്ടുപോയി. കുടുംബജീവിതം ആരംഭിച്ചപ്പോൾ കുടുംബജീവിതത്തെക്കുറിച്ച് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. പക്ഷെ പതുക്കെ കുടുംബജീവിതത്തിലേക്ക് ഇരുട്ട് കയറാൻ തുടങ്ങി, വെളിച്ചം കുറയാൻ തുടങ്ങി. മക്കൾ ജനിച്ചപ്പോൾ മക്കളെക്കുറിച്ച് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. പക്ഷെ പതുക്കെ വെളിച്ചം കുറയാൻ തുടങ്ങി, ഇരുട്ട് കയറാൻ തുടങ്ങി. കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുമെന്നും ആ നിലകളിൽ ദൈവത്തിന് വേണ്ടി പലതും ചെയ്യാൻ കഴിയുമെന്നും ഭയങ്കര പ്രതീക്ഷയായിരുന്നു. പക്ഷെ ആ പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റ് പതുക്കെ ഇരുട്ടകത്ത് കയറാൻ തുടങ്ങിയ ചില സന്ധ്യായാമങ്ങളിലൂടെ പോകുന്നവരോട് പറയാൻ ദൈവാത്മ പറയുന്നു, ഈ ലോകത്തിലെ പ്രതീക്ഷയുടെ സൂര്യൻ അസ്തമിച്ചാലും ഒരിക്കലും അസ്തമിക്കാത്തൊരു സൂര്യൻ, ഒരിക്കലും അസ്തമിക്കാത്തൊരു സൂര്യൻ, ആ സൂര്യന് ബൈബിളിൽ കൊടുത്തിരിക്കുന്ന പേരാണ് നീതി സൂര്യൻ. രോഗോപശാന്തിയോട് കൂടെ ഉദിക്കും.